േക്ക് തന്നെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, അതായത് ഈ പെട്ടെന്ന് കാണാൻ കഴിയുന്ന അടയാളങ്ങൾ, ഈ കല്യാണ മോതിരം പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് ലഭിച്ചാൽ വളരെ എളുപ്പമാകും കാര്യങ്ങൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ DNA പരിശോധന പോലെയുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടി വരും. DNA സാമ്പിളുകൾ ഇതിനകം കുടുംബാംഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വീട്ടിൽ നിന്ന് ആരും ശിരൂരിലേക്ക് പോകുന്നില്ലെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ജിതിനും മനാഫും ഒക്കെയുണ്ട്. മറ്റ് സാമ്പിളുകളൊക്കെ നേരത്തെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ആരും അവിടേക്ക് പോകുന്നില്ല. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ മൃതശരീരം അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ വീട്ടുകാർക്ക് ലഭിക്കും എന്നാണ് കണക്കൂട്ടലാണ്. പക്ഷേ അത് എത്ര പെട്ടെന്ന് ലഭിക്കും എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബം കാത്തിരിക്കുന്നു. ശിരൂരിൽ നിന്ന് എന്താണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്, ഔദ്യോഗികമായ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്ത് അറിയിപ്പാണ് കുടുംബത്തിന് ലഭിക്കുക എന്നത്, അതിനുശേഷമാവും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാവുക. സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുടുംബാംഗങ്ങൾ അവരുടെ ദുഃഖം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാവുന്ന ഒന്നേ ഉള്ളൂ. ഇനി എന്തായാലും കുടുംബാംഗങ്ങൾ ആരും അവിടേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ MS അനീഷ് കുമാർ നൽകുന്ന വിവരം. നേരത്തെ തന്നെ DNA സാമ്പിളുകളൊക്കെ അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹാവശിഷ്ടം എന്നതൊന്നും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിലാകണമെന്നില്ല. അപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ, അത് ചിലപ്പോൾ അർജുൻ്റെ വസ്ത്രം ആകാം, അതല്ല എങ്കിൽ അനീഷ് സൂചിപ്പിച്ചതുപോലെ അർജുൻ ധരിച്ചിരുന്ന എന്തെങ്കിലും ആഭരണങ്ങളാകാം. എന്തായാലും ശരീരഭാഗം ഏതാണ്ട് പൂർണ്ണമായും ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ്. വെള്ളത്തിനടിയിലായിരുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലെയല്ല ഒരു പുരുഷരൂപം എന്ന നിലയിലെങ്കിലും അത് പ്രാഥമികമായി ആ ക്യാബിനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു. അപ്പോഴും അത് സ്ഥിരീകരിക്കാവുന്ന ഒരു തരത്തിൽ അല്ല എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്ന ബന്ധുക്കൾ ഉണ്ട്. കൂടുതൽ ആളുകൾ അവിടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്നാണ് അനീഷ് കുമാർ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതേസമയം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജൂലൈ 16-ാം തീയതി ഉണ്ടായ അപകടം ആണ്. ആ അപകടത്തിന് ശേഷം എന്താണ് അർജുന് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. അർജുൻ്റെ വാഹനം മണ്ണിനടിയിൽ പെട്ടുപോയതാണോ അതെയോ പുഴയിലേക്ക് പതിച്ചോ എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ 71 ദിവസങ്ങൾക്ക് ശേഷം ആണ് അർജുൻ്റെ വാഹനം കണ്ടെത്തുന്നത്. അത് ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് തന്നെയാണ്. 65 മീറ്ററോളം ദൂരെ, കരഭാഗത്ത് നിന്ന് ദൂരെയാണ് ആ വാഹനം കണ്ടെത്തിയത്. ആ വാഹനം ആണ് ഡ്രഡ്ജറിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചത്. അത് പിന്നീട് മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു. ക്യാബിൻ ആണ് മുകളിലേക്ക് ആദ്യം ഉയർത്തിയത്. ആ ക്യാബിനിൽ നിന്നാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പിന്നീട് പ്രത്യേകം ബോട്ടിലേക്ക് മാറ്റുകയും അത് ശാസ്ത്രീയ പരിശോധനകൾക്കും മറ്റുമായി നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴിതാ ഈ വാഹനം കരയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു, കരഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇനി ഒരു പക്ഷേ അത് കരയിലേക്ക് ഉയർത്തി മറ്റൊരിടത്തേക്ക് മാറ്റുവാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം കൂടുതൽ പരിശോധന നടത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തത വരും. കല്ലും മണ്ണും ഒക്കെ ഈ വാഹനത്തിലേക്ക് പതിച്ചു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ. അങ്ങനെ ക്യാബിൻ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. ആ ക്യാബിനകത്ത് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഗംഗാവാലിയിൽ അതിശക്തമായ കുത്തൊഴുക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കിലോമീറ്ററുകളോളം അകലെ നിന്ന് മൃതദേഹം, ഏതാണ്ട് 12 കിലോമീറ്റർ അകലെ നിന്നടക്കം മൃതദേഹം ലഭിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോറി ഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ടാകുമോ, അങ്ങനെ മൃതദേഹം ഒരുപക്ഷെ ഒഴുകിപ്പോയിട്ടുണ്ടാകുമോ എന്നതൊക്കെ വലിയ തോതിൽ സംശയമുണ്ടാക്കിയിരുന്ന, ആശങ്കപ്പെട്ടിരുന്ന ഒന്നാണ്. അതിനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അതിനെല്ലാം ഒരു മറുപടിയാകുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ക്യാബിനകത്ത് നിന്ന് അർജുൻ്റെ മൃതദേഹം 71 ദിവസങ്ങൾക്ക് ശേഷവും ലഭിക്കുന്നു എന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചും ഒപ്പം അർജുനെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചും ഒക്കെ, അർജുന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ആഗ്രഹിച്ചവർക്കുമൊക്കെ ആശ്വാസകരമാണ്. എന്തായാലും ആ കുത്തൊഴുക്കിലൊന്നും ക്യാബിനിൽ നിന്ന് മൃതദേഹം ഒഴുകിപ്പോയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്യാബ് ഇത്രയും തകർന്നപ്പോൾ ഇതാ ലോറി ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ, അതായത് ഗംഗാവലിയിൽ നിന്ന് പൂർണ്ണമായും ലോറി കരയിലേക്ക് മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച്
കരയിലേക്ക് വലിച്ച് കയറ്റുന്നതിനുള്ള ശ്രമം ആണ് ഇപ്പോൾ നടക്കുന്നത്. ലോറി പൂർണ്ണമായും തകർന്നു എന്ന് പറയുമ്പോൾ പോലും ചിതറിപ്പോയില്ല എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ലോറിയിൽ നിന്ന് ക്യാബിൻ വേർപെട്ടു പോയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ലോറിയുടെ ടയറുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും അടർന്നു മാറിപ്പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബോഡി ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിറഞ്ഞ ലോഡ് ആയിരുന്നു ലോറിയിൽ ആ സമയത്തുണ്ടായിരുന്നത്. ലോഡ് കയറ്റിയാണ് ആ ലോറി അർജുൻ ഒക്കെ വിശ്രമിച്ചിരുന്നത്. അക്വേഷ്യ മരങ്ങൾ ആയിരുന്നു, മരത്തടികൾ ആയിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അത് പല ഭാഗങ്ങളിലായി ഒഴുകിപ്പോവുകയും അങ്ങനെ ആ പ്രദേശവാസികളടക്കം ശേഖരിച്ചതിൽ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങൾ, തടിക്കഷ്ണങ്ങൾ എന്ന് സ്ഥിരീകരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോഴും ലോറിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ലോറി പല ഭാഗങ്ങളായി ചിതറിപ്പോയോ എന്ന സംശയമുണ്ടായിരുന്നു. മാത്രവുമല്ല മറ്റു പല ലോറികളും ഈ അപകടമുണ്ടാകുമ്പോൾ 3 ടാങ്കറുകൾ, ഈ ലോറി, അതോടൊപ്പം ഒരു കാർ, അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ഒരു പൂർണ്ണ രൂപത്തിലുള്ള വാഹനം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനം അത് ഏതാണ്ടെങ്കിലും പൂർണ്ണമായ ആകൃതിയിൽ തന്നെ ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ക്യാബിൻ വേർപെട്ടിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ആ ക്യാബിനകത്ത് തന്നെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. വലിയ ആശ്വാസമാകുന്നത് അത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ലോറി കണ്ടെത്തുകയും അതിനകത്ത് മൃതദേഹം കണ്ടെത്താതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇനിയും നീളുമായിരുന്ന കാത്തിരിപ്പ് ആണ് ഉണ്ടാകുക. അത് ഉണ്ടായില്ല എന്നത് ഈ ഘട്ടത്തിലെങ്കിലും ഏറെ ആശ്വസിക്കാവുന്ന ഒന്നാണ്. ലോറി പൂർണ്ണമായും കരയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ തിരച്ചിലിന് വേണ്ടി എത്തിച്ച, ഗോവയിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഡ്രഡ്ജറിന്റെ സഹായത്തോടെയാണ് ഗംഗാവാലിയിൽ പരിശോധന നടത്തിയത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അടയാളപ്പെടുത്തിയ സ്ഥലം CP2 മേഖലയിൽ നിന്ന് ആണ് ഈ ലോറി ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതാണ്ട് കരയിൽ നിന്ന് 65 മീറ്റർ അകലെയാണ് ഈ ലോറി ഉയർത്തിയത്. അതിനുശേഷം ഈ ഡ്രഡ്ജർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കരയിലേക്ക് ജലമാർഗം തന്നെ എത്തിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ ക്രെയിനുകളുടെ അടക്കം സഹായത്തോടെ ലോറി ഉയർത്തിക്കരയിലേക്ക് വലിച്ചു മാറ്റുവാനുള്ള ശ്രമം ആണ് നടക്കുന്നത്. വടം ഉപയോഗിച്ച് ലോറി ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളെ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നു. ഇനി ആ ലോറി കരയിലേക്ക് മാറ്റുക, പൂർണ്ണമായും കരയിലേക്ക് എത്തിക്കുക. അതിലൂടെ മാത്രമാണ് എന്താണ് സംഭവിച്ചത്, അപകടത്തിന്റെ ഒരു ഏകദേശ രൂപമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ലോറി പൂർണ്ണമായും എത്തിക്കുമ്പോൾ മാത്രമാണ്. ജൂലൈ 16 ശിരൂരിലെ ദേശീയപാതയിൽ ആണ്, ദേശീയപാത 66 ആണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. വലിയ മണ്ണിടിച്ചിലായിരുന്നു, കൂറ്റൻ മലകൾ ആയിരുന്നു, മൺതിട്ട ആയിരുന്നു നിമിഷങ്ങൾക്കകം താഴേക്ക് പതിച്ചത്. അങ്ങനെ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം, റോഡ് മണ്ണ് നിറഞ്ഞ സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. അവിടെ അന്ന് നടത്തിയ തെരച്ചിലിൽ 9 മൃതദേഹങ്ങൾ, ആ പരിസരത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കട സമീപം ആണ് അർജുന്റെ ലോറി അടക്കം നിർത്തിയിട്ടിരുന്നത്. ഒപ്പം മറ്റ് 3 ലോറികളും ഒരു കാറും നിർത്തിയിട്ടിരുന്നു. അതിൽ അർജുൻ നിർത്തിയിട്ട വാഹനത്തിൽ വിശ്രമിക്കുകയായിരുന്നു എന്ന് കുടുംബം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് അപകടമുണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് അർജുൻ ഈ വാഹനത്തിൽ ഇരുന്നു കൊണ്ട്, ക്യാബിനിൽ ഇരുന്നു കൊണ്ട് താൻ ഉറങ്ങാൻ പോകുന്നുവെന്ന് കുടുംബത്തോട് പറഞ്ഞതാണ്, വിശ്രമിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞതാണ്. അർജുൻ ആ ക്യാബിനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ശീലമില്ല എന്ന് മനാഫ് അടക്കം പറഞ്ഞതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രമേ വാഹനത്തിൽ നിന്ന് പുറത്തു പോകാറുള്ളൂ, മറ്റെവിടേക്കും മാറി സഞ്ചരിക്കാറില്ല. എപ്പോഴും വാഹനത്തിനോടൊപ്പം അർജുൻ ഉണ്ടാകാറുണ്ട് എന്ന് മനാഫ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയാൽ അർജുനെ കണ്ടെത്താനാകും എന്ന് കുടുംബവും മനാഫും ബന്ധുക്കളുമൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ആ ക്യാബിനിൽ അർജുൻ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞത്. ആ ഉറപ്പ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന, അവരുടെ വാക്കുകൾ പോലെ തന്നെ അർജുൻ ആ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു, വാഹനത്തിൻ്റെ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയ അപകടം സംഭവിച്ചില്ല എങ്കിൽ ഈ ഭാരത് ബെൻസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിൽ അർജുൻ തിരികെ വരും എന്നും ആ കുടുംബം ആത്മവിശ്വാസം പുലർത്തിയത് അതുകൊണ്ട് തന്നെയായിരുന്നു.
5ഉം 6ഉം ദിവസമൊക്കെ അർജുന് അതിജീവിക്കാൻ പറ്റുമെന്ന വലിയ പ്രതീക്ഷ അവർ പുലർത്തിയതും അതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ഇടങ്ങളിലൊന്നും ഈ ലോറി അന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. 71 ദിവസങ്ങൾക്ക് ശേഷം ആണ് അർജുൻ സഞ്ചരിച്ച വാഹനം, അർജുൻ ഓടിച്ച ലോറി, ഭാരത് ബെൻസിന്റെ ലോറി കണ്ടെത്താൻ സാധിച്ചത്. ആ ലോറിയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ദൗത്യസംഘം ജലോപരിതലത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇതാ അതേ ദൗത്യസംഘം ആ ലോറി ഇപ്പോൾ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നു. ഇനി അത് ഉയർത്തി കരയിലേക്ക് നീക്കുക എന്നതാണ് ദൗത്യം. ആ ദൗത്യമാണിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ലോറി നമുക്ക് പ്രാഥമികമായി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വലിയ തോതിൽ തകർന്നിട്ടുണ്ട് ലോറി എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമാകുന്ന ഒന്ന്. അത് കണ്ടെത്തിയ നിമിഷം തന്നെ അർജുൻ ഉണ്ട് ആ ക്യാബിനിൽ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ മൃതദേഹ ഭാഗങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഏറെ ശ്രമകരമായ ഒരു ദൗത്യം ആണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അർജുൻ സഞ്ചരിച്ച ലോറി ഗംഗാവാലിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്, അവിടെ നിന്ന് ഉയർത്തി കരയിലേക്ക് എത്തിക്കുകയാണ്. ജൂലൈ 16-ന് അർജുൻ വിശ്രമിച്ച അതേ സ്ഥലത്തേക്ക്, അർജുൻ ഓടിച്ചിരുന്ന ഒടുവിൽ വിശ്രമത്തിനായി തെരഞ്ഞെടുത്ത ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ആ ലോറിയുള്ളത്. അതേ ഭാഗത്തേക്ക് തന്നെയാണ് ലോറി ഇപ്പോൾ അടുപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ലോറി കരയിലേക്ക് മാറ്റുക എന്നതാണ് ദൗത്യം. ആ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടും ഇരിക്കുന്നത്.